നിങ്ങളൊരു ബിസിനസ്മാനാണ്. അതുമല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്മാൻ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടേതായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സക്സസ്ഫുള്ളായ ഒരാളാണ്. സ്വമേധയാ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടാകും, പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാകും. നമ്മൾ എത്രത്തോളം സക്സസ് ആവുന്നോ അത്രത്തോളം നമുക്ക് ശത്രുക്കളും പ്രതിസന്ധി ഘട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നിങ്ങൾ സക്സസ് ആയ വ്യക്തിയാണെങ്കിലും സക്സസ് ആകാൻ പോകുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കേണ്ട ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിലും അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റിലൂടെ പോവുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചിന്തിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ സൈക്കോളജിക്കൽ അതുമല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മറ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക. നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ആഗ്രഹം, അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് നിങ്ങൾക്കറിയാമെങ്കിൽ അത് പരമരഹസ്യമായി വെക്കുക. അഥവാ നിങ്ങൾ ആ കാര്യം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും നടക്കുകയില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രു നിങ്ങളെക്കാളും ശക്തിയുള്ളവനാണെങ്കിലും നിങ്ങൾക്ക് തുല്യ ശക്തിയുള്ളവനാണെങ്കിലും ഒരിക്കലും അയാളെ എതിർക്കാൻ പോരുത്. ശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്ത്, സ്വാധീനം, ഇതൊക്കെ വളരെയധികം ഉള്ളവരോടും അതുപോലെ തുല്യതയുള്ളവരോടും കഴിവതും തന്മയത്വത്തോടെ പെരുമാറുക. അവരെ നൈസായി തന്നെ ഡീൽ ചെയ്യാൻ പഠിക്കുക. സാധിക്കുമെങ്കിൽ അവരെ സുഹൃത്തുക്കളാക്കാനും കൂടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ശത്രുവുമായിട്ട് നിങ്ങളിനിയും കോംപ്രമൈസിലായാലും അയാളുടെ നീക്കങ്ങൾ, അയാളുടെ ഓരോ മൂവ്മെൻറ്റും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എതിർക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ സമ്പത്ത്, സ്വാധീനം ഇതൊന്നും തന്നെ നിങ്ങൾക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് നിങ്ങൾ ദുർബലനാണെങ്കിൽ ഇതൊക്കെയുള്ള ആരോടെങ്കിലും നിങ്ങൾക്ക് സഹായം ചോദിക്കാം. എതിർക്കാൻ ശക്തിയില്ലെങ്കിൽ അതിന് ശക്തരായിട്ടുള്ള ആളുകളോട് സഹായം അഭ്യർത്ഥിക്കുക. അതും സഹായിക്കുമെന്ന് പൂർണ്ണ ഉറപ്പുള്ള ആളുകളോട് സഹായം അഭ്യർത്ഥിക്കുക. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും അഭിമാനം നോക്കരുത്. ന്യായം മാത്രമായിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്. ന്യായമായ കാര്യങ്ങൾക്ക് മാത്രമാണോ നിങ്ങൾ എതിർക്കുന്നതെന്ന് മാത്രമേ ശ്രദ്ധിക്കാവൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം അതെന്ത് തന്നെയാണെങ്കിലും അത് നേടിയെടുത്തതിന് ശേഷം മാത്രമേ അത് പരസ്യപ്പെടുത്താവൂ. ഏത് കാര്യമാണെങ്കിലും അതിൽ വിജയിച്ചതിന് ശേഷം മാത്രമേ അത് മറ്റുള്ളവരെ നിങ്ങൾ അറിയിക്കാവൂ. അതുപോലെ വിവരമുള്ള ആളുകൾ അയാൾക്ക് നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അതിനെ ഒരിക്കലും അവഗണിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിനി എത്രയൊക്കെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്കുള്ള ഒരു ദോഷം മതി അവയെല്ലാം നശിപ്പിക്കുവാൻ. സോ വീഡിയോ ഇവിടെ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.